അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? അങ്ങനെ പുണ്യ മുഹറം മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പുണ്യ സഫറിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ സഫറിൻ്റെ രാവുകളിലൂടെയും പകലുകളിലൂടെയും നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇൻഷാ അല്ലാഹ് ഈ രാവുകളും പകലുകളും ഇങ്ങനെ സഞ്ചരിച്ച് ഇനി നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന മാസം പുണ്യ റബീഉൽ അവ്വലാണ്. നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ആ ഒരു ജന്മത്തിന് സാക്ഷ്യം വഹിച്ച മാസം, ഈ ലോകത്തിൽ വളരെയധികം ആദരിക്കപ്പെടേണ്ട മാസം, ഈ ലോകത്തിൽ ആദരിക്കപ്പെടേണ്ട ദിവസം, ആ സമയം ഉൾക്കൊള്ളുന്ന മാസം. അള്ളാഹു കബൂലാക്കട്ടെ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, കോടാനുകോടി സ്വലാത്തുകൾ ചൊല്ലാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കുക. ആമീൻ. എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ ചില പ്രയാസങ്ങളുണ്ട്. എന്തൊക്കെ അറിയോ? സിഹ്ർ എന്നുള്ളതല്ലേ. സിഹ്ർ വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും. കാരണം ഈ സിഹ്ർ കാരണം നമ്മൾ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ആ ഒരു അനുഗ്രഹത്തെ കെടുത്തിക്കളയാൻ നമ്മുടെ ശത്രുക്കൾ, നമ്മളെ അടുത്തറിയുന്ന, നമ്മൾ കുണം വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉയരുന്നത് തീരെ പറ്റാത്ത, തീരെ കണ്ണിൽ പിടിക്കാത്ത ആളുകൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട്, തളർത്താൻ വേണ്ടിയിട്ട് സിഹ്ർ ചെയ്യുക, മാരണം ചെയ്യുക, ശൈത്താനെ കൂട്ടുപിടിച്ചിട്ട്. ശരിക്കും ഇത് നമ്മൾ പേടിക്കേണ്ട ഒന്ന് തന്നെയാണല്ലേ. കാരണം സിഹ്ർ എന്നുള്ളത് ഹക്കാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഐനു ഹക്ക്, കണ്ണേറ് എന്നുള്ളത്, ഇസ്വാബത്തുൽ ഐന് എന്നുള്ളത് അത് ഹക്കാണ്, അത് കൊള്ളും, അത് മുഖാന്തരം നമ്മൾ ഖബറിലേക്ക് വരെ എത്തും, അഥവാ നമ്മൾ മരണപ്പെടുക വരെ പോലും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പേടിക്കേണ്ട ഒന്നാണ് ഈ സിഹ്ർ, അതുപോലെ കണ്ണേറ്, നാവേറ്, അസൂയ. ഇതൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്നൊക്കെ രക്ഷ ലഭിക്കാൻ, ഇതിന്നൊക്കെ നമുക്ക് സലാമത്ത് ലഭിക്കാൻ, ഇതിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാൻ, ഇതിന്നൊക്കെ പൂർണ്ണമായിട്ടും നമുക്കൊരു ഒരു കാവലാളാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്വലാത്ത്. ആ ഒരു സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ സ്വലാത്ത് നിത്യമായിട്ട് മനസ്സറിഞ്ഞിട്ട് ഇതുപോലത്തെ നിയ്യത്തുകൾ വെച്ച് ചൊല്ലാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ സ്വലാത്തിലൂടെ പടച്ച റബ്ബ് തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും, യാതൊരു ശക്കും, യാതൊരു റൈബും നമുക്ക് വേണ്ട. ഉറപ്പാണ് പടച്ചോൻ സഹായിക്കും. പടച്ചോൻ്റെ പ്രത്യേക കാവലുണ്ടാകും, പടച്ചോൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ഏതറിയോ? സ്വലാത്തുൽ ഫാത്തിഹ്. ഇതിൻ്റെ അർത്ഥത്തിൽ തന്നെ എല്ലാം നിറഞ്ഞിട്ടുണ്ട്. അടക്കപ്പെട്ടതെല്ലാം തുറന്നു തരുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ് അല്ലേ. ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് നല്ല യക്കീനോടെ, നല്ല ഉറപ്പോടുകൂടെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ എല്ലാ തട്ടിമുട്ടുകളും, എല്ലാ കെട്ടുകളും പൊട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്രക്കും പവർഫുള്ളായിട്ടുള്ള, അത്രക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു സ്വലാത്ത്. എല്ലാ ശൈത്താനിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും, ഓൻ്റെ എല്ലാ ദുർമന്ത്രങ്ങളിൽ നിന്നും, ഓൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാക്കും ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് പറഞ്ഞല്ലോ, സ്വലാത്തുൽ ഫാത്തിഹ്. അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഇത് മനസ്സറിഞ്ഞിട്ട് 24 മണിക്കൂറിൽ നമുക്ക് കഴിയുന്നൊരെണ്ണം, കഴിയുന്നൊരു സമയത്ത് നിത്യമായിട്ട് പതിവാക്കുക. ഇങ്ങനെ പതിവാക്കിയാൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം ഉറപ്പാണ്, ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് രക്ഷ ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. വഫഖനല്ലാഹ്. സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.